പ്രഭാതമുണരും ഹിമമയഗിരിയിൽ പ്രണവധ്വനി തൻ പ്രദക്ഷിണം. ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. പ്രദോഷമണയും ജപജലധികളിൽ പ്രഭാമയം തവ പ്രദക്ഷിണം. പ്രപഞ്ച മന്ദിര ഗോപുര നടയിൽ നിരാമയം ദിനം പ്രദക്ഷിണം. പ്രസാദ കുങ്കുമ തിലകം ചാർത്തും ജീവിത നടയിൽ പ്രദക്ഷിണം. श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिकये भुवनेश्वरी. श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिकये भुवनेश्वरी. श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिकये भुवनेश्वरी. आगमवेद कलामय रूपिणी आगमवेद कलामय रूपिणी. अखिल चराचर जननी नारायणी अखिल चराचर जननी नारायणी. പുണ്യഭൂമികളിലൂടെ ഒഴുകുന്ന നദികളൊക്കെയും പുണ്യനദികളാകുന്നു. അങ്ങനെ ഇവിടെ സംഗമിക്കുന്ന നദികളെല്ലാം മോക്ഷദായിനികളുമാകുന്നു. ഇവിടെ പമ്പയും മണിമലയാറും സംഗമിക്കുന്ന ഒരു പുണ്യദേശം സാക്ഷാൽ പരാശക്തി കുടികൊള്ളുന്ന ചക്കുളത്തുകാവ് തന്നെയാണ്. പുരാണങ്ങളിൽ പറയുന്ന ദേവിയുടെ നഗരമായ ശ്രീനഗരം പോലെ ദിവ്യശോഭയാർന്ന പുണ്യഭൂമി തന്നെയാണ് ചക്കുളത്തുകാവ്. സദാ ദേവീനാമം ഉരുവിട്ടു നിൽക്കുന്ന ചക്കുളത്തുകാവിലെ ഓരോ തന്മാത്രകളിലും ദേവീ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ശരണം വിളികളുമായി ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകുന്നത് പോലെ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നായ ചക്കുളത്തുകാവിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത്. കുട്ടനാടിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ചക്കുളത്തുകാവ് കുട്ടനാടിന്റെ മനോഹാരിത പോലെ അഴകാർന്ന ഭൂമി തന്നെയാണ്. സമൃദ്ധമായ കാർഷിക സംസ്കാരത്തിന്റെ പിൻതലമുറക്കാർ തന്നെയാണ് ഈ ദേശവാസികൾ. ദേവിയുടെ വൈഭവ കഥകൾ അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നിടങ്ങളൊക്കെ ഭൂമിയിലെ ദിവ്യ ചൈതന്യം നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ തന്നെയാണ്. പരാശക്തിയുടെ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമികയിൽ സന്ദർശിച്ച് പുണ്യം നേടുന്ന
കോടാനുകോടി ഭക്തജനങ്ങളെ വരവേൽക്കാനുള്ള പുണ്യനിയോഗം നേടിയവരാണ് ചക്കുളത്ത് ദേശക്കാർ. ദേവീഭൂമിയിൽ ജീവിക്കുക, ദേവിയുടെ ശക്തിവിശേഷങ്ങൾ അറിഞ്ഞനുഭവിക്കുക. ഇതിൽ പരം എന്തു പരമാനന്ദമാണ് ഈ ലോകത്തുള്ളത്? ഈ ആനന്ദസാഗരത്തിൽ ആറാടുന്ന ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത് ദേവിയുടെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ഭുത കഥകൾ തന്നെയാണ്. ഇന്ന് ലോകത്താകമാനമുള്ള മലയാളികളുടെ ഹൃദയത്തിലെ പുണ്യഭൂപടങ്ങളിലൊന്നായ ചക്കുളത്ത് ദേവീ ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഇവിടത്തെ അതിപുരാതനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് നീരേറ്റുപുറം ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ചെമ്പകശ്ശേരി രാജാവിന്റെ കാലം മുതൽ പേരും പെരുമയും ആർജിച്ച പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ തലവടി എന്ന പ്രദേശം. ഇവിടെയാണ് പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രവും പുണ്യസ്ഥലമായ നീരേറ്റുപുറവും സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയാണ് ഈ പ്രദേശം. ഇന്നത്തെ ചക്കുളത്തുകാവിന്റെ പണ്ടത്തെ അവസ്ഥ ഭയാനകമാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഘോര സർപ്പങ്ങൾ നിറഞ്ഞ വനമായിരുന്നു. വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും തിങ്ങി നിറഞ്ഞ വനത്തിലേക്ക് സൂര്യരശ്മികൾ പോലും എത്തിനോക്കാൻ മടിച്ചു. നട്ടുച്ചയ്ക്ക് പോലും ചെകിടടപ്പിക്കുന്ന ശബ്ദവും നരിച്ചീറിന്റെ ചിറകടിയുമൊക്കെ അന്തരീക്ഷത്തെ ഭയാനകമാക്കി. അതുകൊണ്ട് തന്നെ ആരും ഇവിടേക്ക് പ്രവേശിച്ചിരുന്നില്ല. ഒരിക്കൽ ഒരു വേടൻ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം വിറകു ശേഖരിക്കാൻ ഈ ഘോരവനത്തിലെത്തി. വനത്തിനുള്ളിലേക്കു കടന്ന വേടനു നേരെ ഒരു സർപ്പം ചീറിയടുത്തത് പെട്ടെന്നായിരുന്നു. പ്രാണരക്ഷാർത്ഥം അയാൾ സർവശക്തിയുമെടുത്ത് സർപ്പത്തെ കോടാലി കൊണ്ട് ആഞ്ഞുവെട്ടി. ചോര ചീന്തിത്തെറിക്കുമെന്നും സർപ്പം ചാകുമെന്നുമുള്ള വേടന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. പാമ്പ് ചത്തില്ല. അത് വനത്തിനുള്ളിലേക്ക് തന്നെ ഇഴഞ്ഞു നീങ്ങി. നോവിച്ച പാമ്പിനെ വെറുതെ വിട്ടാലുള്ള വിപത്തിനെക്കുറിച്ചോർത്ത് അയാൾ വിഷമിച്ചു. വെട്ടേറ്റ പാമ്പ് തന്നെ കൊത്തിക്കൊല്ലുമെന്ന് അയാൾ കരുതി. പാമ്പിനെ കണ്ടെത്തി കൊല്ലാൻ തന്നെ അയാൾ തീരുമാനിച്ചു. കാടാകെ വേടൻ പാമ്പിനു വേണ്ടി തിരഞ്ഞു. ഒടുവിൽ വനമധ്യത്തിൽ ഒരു കുളവും അതിന്റെ കരയിൽ ചിതൽപുറ്റും അയാൾ കണ്ടെത്തി. പുറ്റിനു മുകളിൽ താൻ നോവിച്ചു വിട്ട പാമ്പ് കിടക്കുന്നു. വേടൻ പാമ്പിനെ വീണ്ടും വെട്ടി. ഒന്നല്ല, രണ്ടല്ല, പലതവണ. പക്ഷേ വെട്ടൊന്നും അതിനേറ്റില്ല. പേരിന് ഒരു ചോരപ്പാടല്ലാതെ പാമ്പിനെ അവിടെയെങ്ങും കണ്ടതുമില്ല. ഈ അത്ഭുതം കണ്ട് അവർ സ്തബ്ധരായി നിന്നുപോയി. പെട്ടെന്ന് ഒരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ വെള്ളത്തിന് പാലും തേനും ചേർന്ന നിറം വരുമ്പോഴായിരിക്കും ജലപ്രവാഹം അവസാനിക്കുക. ഈ ചിതൽപുറ്റിനകത്താണ് പരാശക്തി കുടികൊള്ളുന്നത്. ആ ശക്തി ജലശയനം നടത്തിയ വെള്ളമാണ് പുറത്തേക്കൊഴുകുന്നത്. പുറ്റ് ഉടച്ചു നോക്കുക. ഒരു അരൂപ വിഗ്രഹം കാണാം. അതിനെ വനദുർഗയെന്ന് സങ്കല്പിച്ച് ആരാധിച്ചാൽ നിങ്ങൾക്കും ഈ നാടിനും ഐശ്വര്യമുണ്ടാകും. പിന്നീട് സന്യാസി തന്നെ ചിതൽപുറ്റുടച്ച് വിഗ്രഹം പുറത്തെടുത്ത് നാട്ടി നിർത്തി. അതിനു മുന്നിൽ വേടനും കുടുംബവും സാഷ്ടാംഗം പ്രണമിച്ചു. അപ്പോഴേക്കും സന്യാസി അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. വേടൻ ഉടൻ തന്നെ പൂക്കളും മാലകളും കൊണ്ടുവന്ന് വിഗ്രഹത്തെ അലങ്കരിച്ച് പ്രാർത്ഥിച്ചു. അന്നു രാവിൽ
വേടനും കുടുംബവും കാവിനു വെളിയിൽ താമസിച്ചു. രാത്രിയായപ്പോൾ വേടന് സ്വപ്നദർശനമുണ്ടായി. സന്യാസിയുടെ രൂപത്തിൽ വന്നത് സാക്ഷാൽ നാരദ മഹർഷിയായിരുന്നു അത്രേ. ദേവീ വിഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞു കേട്ട് ആൾക്കാരെത്താൻ തുടങ്ങി. തുടർന്ന് അത് വലിയൊരു ജനപ്രവാഹമായി മാറി. അവർ ദേവിക്ക് നേർച്ചയും കാഴ്ചയും അർപ്പിച്ചു. വേടനും കുടുംബവും കുറേ ദിവസങ്ങൾ കൂടി പൂജ ചെയ്ത് അവിടെ തന്നെ കഴിഞ്ഞു. പിന്നെ അവർ എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല. ചിതൽപുറ്റിൽ നിന്നും സ്വയംഭൂവായി ഉദ്ഭവിച്ച് നാരദ മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചക്കുളത്തമ്മയുടെ മൂലസ്ഥാനവും ഇവിടെ തന്നെയാകുന്നു. കാലം കടന്നുപോയി. ചക്കുളത്തുകാവ് പ്രമുഖ ആരാധനാ കേന്ദ്രമായി മാറി. പൂജാതി കർമ്മങ്ങൾക്ക് ആളുകളും നിബന്ധനകളും വന്നു. ഇന്നത്തെ പട്ടമനയില്ലത്തു കുടുംബക്കാർ കുളം നികത്തി ക്ഷേത്രം പണിതു. വർഷങ്ങൾക്ക് മുൻപ് നാരദമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗ മാതൃകയിലുള്ള വിഗ്രഹം ദേവവിധിപ്രകാരം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. പട്ടമനയില്ലത്തു കുടുംബം ഇപ്പോഴും അമ്പലത്തിനടുത്ത് താമസിക്കുന്നുണ്ട്. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിന്റെ ചരിത്രവുമായി അടുത്തുള്ള സ്ഥലങ്ങളിലെ പേരിനു പോലും ബന്ധമുണ്ട്. വനമധ്യത്തിലുണ്ടായിരുന്ന കുളത്തിലെ വെള്ളത്തിന് ചക്കരയുടെ സ്വാദായിരുന്നു. അതുകൊണ്ടതിനെ ചക്കരക്കുളമെന്ന് വിളിച്ചു പോന്നു. ചക്കരക്കുളം ലോപിച്ച് ചക്കുളമായി. ചിതൽപുറ്റിൽ വിഗ്രഹത്തോടൊപ്പം കണ്ട വെള്ളമേറ്റിവരുന്ന സ്ഥലത്തിന് നീരേറ്റുപുറമെന്നും പേരുവന്നു. ഈ ക്ഷേത്രത്തിൽ ജാതി മതങ്ങൾ കൊടികുത്തി വാഴുന്ന കാലത്ത് പോലും ജാതിക്കും മതത്തിനും യാതൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലില്ലായിരുന്നു. എല്ലാ ജാതി മതസ്ഥർക്കും കയറാവുന്നതും ദർശനം നടത്താവുന്നതും വഴിപാടുകളൊക്കെ നടത്താവുന്ന ഒരു സർവമത തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവീ സന്നിധാനം. കൂടാതെ ഇവിടെ നടക്കുന്നതായ പല വഴിപാടുകളും സാമൂഹ്യമായി ഉൾക്കൊള്ളാവുന്ന ഏറ്റവും വലിയ സംഭവങ്ങളായി മാറിയിരിക്കുകയാണ്. അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ജാതി മതസ്ഥരും ഇവിടെ ഒരു ശ്രീകോവിലുണ്ട്. ആ ശ്രീകോവിലിൽ കയറി സ്വന്തം കൈകൾ കൊണ്ട് അഭിഷേകം നടത്താവുന്ന പ്രത്യേകതയുള്ള കാര്യസിദ്ധി അഭിഷേകം. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ആ ശ്രീകോവിലിൽ കയറി അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ പറയിച്ച് കാര്യസിദ്ധി പ്രാർത്ഥിച്ചുകൊണ്ട് നടത്താവുന്നൊരു വഴിപാടാണ് കാര്യസിദ്ധി അഭിഷേകം. രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ സാമുദായികമോ മതപരമായോ യാതൊരു വ്യത്യാസങ്ങളും ഈ ക്ഷേത്രത്തിനില്ല. എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ ദർശനം നടത്തുന്ന ദേവീ സന്നിധാനമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ക്ഷേത്ര പുനരുദ്ധാരണം 1981 നടത്തി. അഷ്ടബാഹുക്കളോടുകൂടിയ വനദുർഗയുടെ സ്വരൂപ വിഗ്രഹം ഇപ്പോൾ മൂലവിഗ്രഹത്തോട് ചേർത്താണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശിവൻ, ശാസ്താവ്, വിഷ്ണു, ഗണപതി, മുരുകൻ, യക്ഷി, സർപ്പദൈവങ്ങൾ, നവഗ്രഹങ്ങൾ തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ചക്കുളത്തുകാവിലമ്മയുടെ ഇന്നു കാണുന്ന ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥാനത്തു തന്നെയായിരുന്നു 4000 വർഷങ്ങൾക്ക് മുൻപ് വേടൻ കണ്ട കുളവും ചിതൽപുറ്റും സ്ഥിതി ചെയ്തിരുന്നത്. ഈ ചിതൽപുറ്റുടച്ച് ശ്രീ നാരദ മഹർഷി
ആദിപരാശക്തിയായ ശ്രീ ദുർഗാ ഭഗവതിയുടെ സ്വയംഭൂവായ മൂലവിഗ്രഹം വേട കുടുംബത്തിനായി പ്രതിഷ്ഠിച്ചു കൊടുത്ത ഈ സ്ഥാനം അതുതന്നെയാണ് ചക്കുളത്തുകാവിലമ്മയുടെ മൂലസ്ഥാനം. കുളം നികത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ശ്രീകോവിലിരിക്കുന്നത്. ചിതൽപുറ്റുകണ്ട കുളക്കരയിൽ കരുണാമൃത രൂപമായി ദേവി അഷ്ടൈശ്വര്യ ദേവതയായി ശക്തി സ്വരൂപിണിയായി വിരാജിച്ചരുളുന്നു. നാരദ മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചക്കുളത്തമ്മയുടെ മൂലസ്ഥാനം ഇന്നു കാണുന്ന ചക്കുളത്തമ്മയുടെ ശ്രീകോവിലിരിക്കുന്ന സ്ഥാനം തന്നെയാണ്. ദേവിയെ പൂജിച്ചുകൊണ്ടിരുന്ന വേട കുടുംബം അപ്രത്യക്ഷമായ ശേഷം എങ്ങുനിന്നോ അജ്ഞാതനായൊരു ബ്രാഹ്മണൻ ദേവിയുടെ പൂജാരിയായി വന്നു ചേർന്നു. ഭക്തിഭാവങ്ങളുടെ പരമരൂപ ചൈതന്യമായിരുന്നു അദ്ദേഹം. പരമഭക്തനായ അദ്ദേഹത്തിന്റെ പൂജാവേളയിൽ ചക്കുളത്തമ്മ മന്ദസ്മിത രൂപിണിയായി പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഭക്തിയും അറിവും മാത്രം എനിക്കു തരേണമേ എന്നായിരുന്നു പൂജാരിയുടെ പ്രാർത്ഥന. ചക്കുളത്തമ്മയുടെ പൂജാവേളയിൽ ഭക്തോത്തമനായ ആ ബ്രാഹ്മണൻ ദേവീ ചൈതന്യത്തിൽ ദിവ്യപ്രഭാവലയമായി ലയിച്ചു ചേർന്നു. പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. ചക്കുളത്തമ്മയുടെ ആദി പൂജാരിയാകുവാൻ ഭാഗ്യം സിദ്ധിച്ച ആ മഹാബ്രാഹ്മണനെ ആദിരക്ഷസായി സാളഗ്രാമത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ചു പോരുന്നു. അങ്ങനെ അമ്മയെ പ്രത്യക്ഷമാക്കി പൂജിച്ച ആദ്യ പൂജാരിയുടെ കുടുംബവും അദ്ദേഹത്തിന്റെ തേവാരമൂർത്തികളെയും പ്രതിഷ്ഠിക്കപ്പെട്ട ഈ പർണശാലയെ ചക്കുളത്തമ്മയുടെ മൂലകുടുംബക്ഷേത്രമായി തന്നെ അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ ഭാവം 6 ഭാവത്തിലാണ് ഇവിടെ പൂജ നടത്തുന്നത്. സരസ്വതി, ലക്ഷ്മി, പാർവതി, ചണ്ഡിക, ദുർഗ, ഭദ്ര ഇങ്ങനെ ഉള്ള 6 ഭാവത്തിൽ ദേവിയെ പൂജിക്കുകയും ആദിപരാശക്തിയായ സാക്ഷാൽ ദുർഗാദേവിയാണ് ഇവിടുത്തെ മൂലാധാരമായ പ്രതിഷ്ഠയെന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഭക്തനായ നാരദ മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ദേവിയുടെ ഈ പ്രതിഷ്ഠകൾ. അതുകൊണ്ട് തന്നെ ഇതിന് അടിക്കടി ഓരോ ദിവസങ്ങളും ആ ദേവിയുടെ ചൈതന്യം വർദ്ധിക്കുകയും ഇവിടെ എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹവും സ്വാന്തനവും അത്ഭുതകരമായ അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങൾ എന്താഗ്രഹിച്ചാലും സർവാഭീഷ്ട വരദായിനിയാണ് ചക്കുളത്തുകാവിലമ്മ. സന്താനമില്ലാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു വലിയ അതിശയകരമായ അനുഭവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ വന്ന് സന്താന ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ നെയ് സേവിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നു എന്നുള്ള ഒരു വലിയ അതിശയ സങ്കല്പം തന്നെ ഇവിടെ ഉണ്ട്. സ്ത്രീകളോടും കുട്ടികളോടും ചക്കുളത്തമ്മയ്ക്കുള്ള വാത്സല്യാതിരേകത്തിന് നിരവധിയാണ് ഉദാഹരണങ്ങൾ. സ്ത്രീകൾ നൊന്തു വിളിച്ചാൽ നൊടിയിടയിൽ അമ്മ ഓടിയെത്തുന്നു. എണ്ണിയാലൊടുങ്ങാത്ത മനസ്സുകളിൽ അമ്മയുടെ രൂപവും മന്ത്രവും നിറഞ്ഞു നിൽക്കുന്നു. വിശാലമായ ഈ വിശ്വത്തിൽ ദേവിയുടെ സാന്നിധ്യം ബോധ്യപ്പെടുത്തുവാനായി വേടന്റെയും കുടുംബത്തിൻ്റെയും ഭാവത്തിൽ ഭൂമിയിലെത്തിയത് സാക്ഷാൽ പരമശിവനും പാർവതീദേവിയും വിനായകനുമായിരുന്നു. അങ്ങനെ ദേവസാന്നിധ്യം കൊണ്ടും ഋഷി പരമ്പരകളുടെ അനുഗ്രഹം കൊണ്ടും പരിപൂർണമായ ദിവ്യ പരിസരമാണ് ചക്കുളത്ത് ക്ഷേത്രത്തിനുള്ളത്. അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ചക്കുളത്ത് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ശിവശക്തി സംഗമമാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനു കാരണമായ ശക്തീഭാവമായ സ്ത്രീകൾക്കു വേണ്ടി ചക്കുളത്തുകാവിൽ നടത്തുന്ന അതിമഹത്തായ പൂജകളിലൊന്നാണ് നാരീപൂജ. അതുകൊണ്ടുതന്നെ
ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ സ്ത്രീകൾക്കും ഇവിടെ ദേവീഭാവം തന്നെയാണ്. ഏറ്റവും സവിശേഷമായ ഒന്നാണ് ഇവിടെ നടക്കുന്ന നാരീപൂജ. സ്ത്രീകളെ ദേവിയായി സങ്കല്പിച്ച് ദേവിയുടെ പ്രതീകമായി കണ്ട് ഒരു പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഇരുത്തി പാദം കഴുകി പൂജ ചെയ്യുന്ന ചടങ്ങാണ് നാരീപൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര നാര്യസ്ഥ പൂജ്യന്തേ തത്രേ രമന്തേ ദേവത എന്നുള്ള മനുപ്രോക്തത്തിൽ അധിഷ്ഠിതമായ പ്രമാണത്തിൽ ആധാരമാക്കിയാണ് നാരീപൂജ നടത്തുന്നത്. പട്ടമനയില്ലത്തെ തിരുമേനിമാരാണ് ചക്കുളത്തമ്മയുടെ പൂജാതി കർമ്മങ്ങളും താന്ത്രിക ക്രിയകളും നടത്തുന്നത്. ആദ്യ കുടുംബക്ഷേത്ര നടയിൽ വിളക്ക് വച്ചു വന്നിച്ച് പ്രാർത്ഥിച്ച ശേഷം വാദ്യമേളങ്ങളുടെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ നാലമ്പലം പ്രദക്ഷിണം വച്ച് ഉപദേവന്മാരെ വന്ദിച്ച് ശ്രീകോവിലിനു നടയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നട തൊട്ടു തൊഴുന്നു. ശേഷം നട തുറന്ന് മഹാദേവിയായ അമ്മയ്ക്ക് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. ചക്കുളത്തമ്മയുടെ ഭക്തരും ഉപാസകരും മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ തിരുനടയിൽ ഒത്തുചേരുന്നു. പാട്ടും ആട്ടവും കൂട്ടം കൂടിയുള്ള വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും നടത്തി ആദിപരാശക്തിയായ ചക്കുളത്തമ്മയുടെ സന്തോഷവും അനുഗ്രഹവും ഏറ്റുവാങ്ങുന്നു. ത്രിമൂർത്തികളും സകല ദേവീ ചൈതന്യങ്ങളും ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയെ പൂജിക്കുന്നു. ഈ സങ്കല്പമുള്ളതിനാൽ ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ മാത്രമേ വിളിച്ചുചൊല്ലി പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ. ഈ വിശ്വാസം ഇന്നും ആചരിച്ചു പോരുകയാണ്. ശാന്തി സമാധാനം ഉണ്ടാകുന്ന പോലെ തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. നിരവധി കുടുംബങ്ങൾ ഈ വന്ന കാലത്ത് മദ്യപിച്ചും അതുപോലെ തന്നെ ദുർസ്വഭാവങ്ങളിലൂടെയും കുടുംബങ്ങളങ്ങനെ തകർന്ന് നശിക്കുന്ന ഈ കാലയളവിൽ ലഹരി വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട്, മദ്യപാനം ഉപേക്ഷിച്ചുകൊണ്ട് അമ്മയുടെ തിരുവായുധം തൊട്ട് സത്യം ചെയ്ത് നല്ല കുടുംബജീവിതം നയിക്കുകയും നല്ല സ്വഭാവത്തിൽ അവർ ജീവിക്കുക, അവരുടെ സന്താനങ്ങൾ പോലും നല്ലവരായി തീരുന്ന ഒരു വലിയ സങ്കല്പമാണ് അമ്മയുടെ തിരുനടയിൽ എല്ലാ മലയാള മാസവും ആദ്യ വെള്ളിയാഴ്ച ദിവസം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അമ്മയുടെ തിരുവായുധം തൊട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മദ്യപിക്കുകയില്ല എന്ന് സത്യം ചെയ്യുകയും മേലിലെ ചൂതുകളി അതുപോലുള്ള മറ്റു ദുഷിച്ച നടപടികളും എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിൽ ഐക്യതയും സന്തോഷവും ശാന്തിയും പകരുന്ന ഏറ്റവും ഒരു വലിയ സങ്കല്പമാണ് എല്ലാ മലയാള മാസവും ആദ്യ വെള്ളിയാഴ്ച ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിനു പുറത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. ഭീമാകാരമായ ആഞ്ജനേയ പ്രതിഷ്ഠ ഭക്തർക്ക് പ്രത്യേക കാഴ്ചാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിരവധി സവിശേഷ പൂജകളും ഭക്തർ സമർപ്പിക്കുന്നു. ഒരു സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ലല്ലോ ചക്കുളത്തമ്മയുടെ വൈഭവ കഥകൾ.
അമ്മയുടെ ശക്തിവിശേഷങ്ങളും അവതാര കഥകളുമൊക്കെ കാലം പോലെ തന്നെ അനാദിയാണ്. ആദിപരാശക്തിയായ ദേവിയിൽ നിന്നു തന്നെയാണ് സമസ്ത ദേവഭാവങ്ങളും ഉത്ഭവിക്കുന്നത്. ദേവി കാളിയായും ദുർഗയായും ലക്ഷ്മിയായും പല യുഗങ്ങളിലും അവതരിക്കുന്നു. തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് നയിക്കുന്ന ദേവിയുടെ അവതാരങ്ങൾ നിരവധി സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണല്ലോ ലോകത്തിന് നൽകിയിട്ടുള്ളത്. അങ്ങനെ മനുഷ്യരാശിയുടെ സർവ്വപാപങ്ങൾക്കുമുള്ള മോക്ഷമന്ത്രമാണ് ദേവീനാമവും ദേവീസ്തുതികളും. പ്രദക്ഷിണ വഴികളിലേക്ക് സന്ധ്യാദീപങ്ങൾ തെളിയുമ്പോൾ ചക്കുളത്തുകാവിലെ ഓരോ മൺതരികളിലും ദേവീമന്ത്രം നിറയുകയായി. ദേവി ദയാമയി, ദേവി കൃപാമയി, നീ എന്നിൽ കൂടി ചിന്തിക്കണമേ, എന്നിൽ കൂടി പ്രവർത്തിക്കണമേ. എൻ്റെ ആത്മബോധങ്ങളിൽ നിന്റെ നാമം നിറഞ്ഞു നിൽക്കണമേ. മുനിഗണമണ്ഡിത മോക്ഷപ്രദായിനി മഞ്ജുളഭാഷിണി വേദനുദേ. അങ്ങനെ ചക്കുളത്ത് ദേവീ ദർശനം പുണ്യദർശനമാകുമ്പോൾ ദേവിയുടെ സർവഭാവങ്ങളും ഭക്തമാനസങ്ങളിൽ നിറയുന്നു. സഗുണവാശിനി ശാന്തിയുദേ ജയ